ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ ചലഞ്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ബൂമ ചാലഞ്ച് ആണ്. ഞാൻ ഓറഞ്ച് ഫ്ലേവർ എടുത്തിട്ടുണ്ട്, മുത്താണെങ്കിൽ വാട്ടർമെലന്റെ ഫ്ലേവർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഓറഞ്ച് മതി. 20 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ടേ. അപ്പൊ എന്താന്ന് വെച്ചാ, ആരാണ് കൂടുതൽ ഒരുമിച്ച് വായിലിട്ട് ചവച്ച് വീർപ്പിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ പറയുന്നേ, ആരാണ് കൂടുതൽ വായിലിട്ട് ചവച്ച് വീർപ്പിക്കുന്നത്, അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചലഞ്ച്. അപ്പം പോരൂ. ജെല്ലെടുത്ത് മാറ്റണോ? വേണ്ട വേണ്ട വേണ്ട, ഫസ്റ്റ് മുത്ത് ഫാസ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇപ്പൊ വെക്ക്, ഇവിടെ വെക്ക്. റെഡി, 1 2 3. ഈ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഓക്കെ, വാ അപ്പൊ തുടങ്ങാം. നീ കവറോട് തിന്നു വേണം. ഒട്ടിക്കാനും പറ്റുന്നില്ല. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കോടി പെട്ടെന്ന്. നീ ആടി തൂങ്ങി എന്ന് ഞാൻ ഫസ്റ്റ് മുറിഞ്ഞു പോകുന്നു. പകുതി ഇട്ട കുഴപ്പമുണ്ടോ? ഇല്ല, മുരുക്കെ ചോറാന്ന് വെച്ചാൽ തിന്നാൻ തീർക്കും. ഞാൻ മുത്തിനേക്കാളും ഫാസ്റ്റ് അടിച്ചേക്കുന്നു. ചവയ്ക്കാൻ പറ്റുന്നില്ലടി. ഇതിപ്പോ ഒരു കാര്യം മുറുക്കാൻ ഇട്ടുണ്ടായിരുന്നു. എന്താ മുറിഞ്ഞു പോയി. നീ പകുതി തിന്നുന്നുണ്ടായിരുന്നു. ഇത് വിരിങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. വിരിങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഒരു രൂപയുടെ ബഹുമാനം എനിക്കിനും പോയി 15 മുളക്കാൻ. മുത്തിനേക്കാൾ ഇന്ന് മുമ്പ് ഫസ്റ്റ് അടിക്കുന്ന സൈക്കിളിനെ പമ്പ് വെച്ച് അടിക്കേണ്ടി വരും. മിക്കവാറും വാള് വെക്കുന്ന ലക്ഷണമുണ്ട്. നീ ചവച്ചറക്കുവാണ്. നീ വായിലോട്ട് ഇടുന്ന മൊത്തം എന്ത് ചെയ്യേ? എന്താ ഇവിടെ ഇങ്ങനെ വാലിന്റെ കുറവ്. രണ്ട് 4 3 10 10 തിന്നോ? 9 തിന്നോളൂ. 5 4 6 8. എനിക്ക് 9. കല്ലിൽ ഒട്ടിപ്പോന്നു. എത്ര മതി? ഫാസ്റ്റ് ആരോ അടിക്കുന്നേ. കൂടുതൽ വീർപ്പിക്കാൻ പറ്റില്ല. കൂടുതലാതെ ചാച്ചേ മൊത്തം തീർത്തോ? ചോറ് വല്ലതും കൂടി തലകറങ്ങി വീഴുണ്ടാക്കുന്നത്. ദൈവമേ, ഞാൻ തോറ്റു. എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല. വേപ്പില്ല. എന്റെ വാഴ മുഴുവൻ വിരിങ്ങിയോ? ഊർത്ത് വന്നിട്ട് അത് മൂത്തിന്റെ മീശയിലെല്ലാം ഒട്ടിയിരിക്കും.
ഇത്രയുണ്ട് guys. Guys, കൈ കിട്ടുവാ എന്നിട്ട് ഷേപ്പ് ചെയ്യണം. ഞാനാ ജയിച്ചേ. ഇത് വെച്ചിട്ട് ഷേപ്പ് ഉണ്ടാക്കാനോ? മുത്ത് തോറ്റു. മുത്ത് കൂടുതൽ കഴിച്ചെങ്കിൽ മുത്ത് വീർപ്പിച്ചില്ല, ഞാൻ വീർപ്പിച്ചു. Guys, അങ്ങനെ ഇത്രയും ഞാൻ ചവച്ചൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് അത് വെച്ചിട്ട് മുത്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കണം, ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കും. ഞാനിതൊന്നും പിന്നെ മടക്കി വെച്ചുണ്ടാക്കിയത്. ഇത്രയും വൃത്തികെട്ട ചലഞ്ച് കുറച്ച് വേണം വയലോട്ട്. എന്ത് വേണം ഷേപ്പ് ഉണ്ടാക്കാം. വല്ല ബിരിയാണി വല്ല മേടിച്ച പോലെ ചലഞ്ച് ചെയ്യാനായിട്ട്. ഇത്രയും ചവയ്ക്കാൻ ഭയങ്കര പാടാട്ടോ. ഇത് ഒരു 5-6 വാലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചവയ്ക്കാനേ പറ്റത്തില്ല. ഇനി ഈ സാധനം വന്നിട്ട് ഈ തൊണ്ടയ്ക്കകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. എങ്ങാനും വിഴുങ്ങിപ്പോയാൽ തീർന്നു. പിന്നെ നാളെ വീടിയിടാൻ ഞാൻ ഇല്ലാണ്ടായി പോയത്. ഞാൻ ഉണ്ടാക്കിയത് ഇടിയുടെ സാധനമാണ്. ശരിയാക്കിയോ? ഇല്ല, ഉണ്ടാക്കട്ടെ. ഇതിന്റെ മണ്ടയ്ക്ക് ഞാൻ താജ്മഹൽ പണിയും. ഇപ്പോഴും മധുരം പോയിട്ടില്ല കേട്ടോ. ഓക്കെ തുറക്കട്ടെ. കണ്ടാ ഇതെന്തോ 8ഓ? കണ്ടത് ഗൈസ്, 8. എങ്ങനെയുണ്ട്? എന്റെ ഉണ്ട്. എന്ത് അപ്പിട്ട് വെച്ചേ? ഇത് പാമ്പിനുണ്ട്. ഇത് പാമ്പ്. ഇപ്പൊ ഇത് കണ്ട പാമ്പിന്റെ കൂട്ടില്ലേ? പിന്നെ അപ്പയുടെ സ്റ്റിക്കർ ഉണ്ടല്ലേ വാട്സാപ്പിലേക്ക്, അതുപോലെ. അപ്പൊ ഞങ്ങളുടെ ചലഞ്ച് കൂടി ഇത്രയാണ്. എന്റെ പാമ്പിനെ കണ്ടു ഗൈസ്. എന്തിനകത്ത് 2 ബബിൾക്കും കൂടെ ഉള്ളു ബാക്കി. ഇവിടെ പക്ഷെ ഞാനാ ജയിച്ചേ. അത് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഇത്രയും ആയിട്ടില്ലേ. എനിക്ക് 1 2 3 ഭയങ്കര പാടാണ്. 6 എനിക്ക് 6 ഉണ്ട്. പക്ഷെ ഞാനാ വീർപ്പിച്ചത്. ഞാൻ മൊത്തം 2 ബാക്കി. ഞങ്ങൾ ബാക്കിയുള്ള ബബിൾ കം വെച്ചൊന്ന് വീർപ്പിച്ച് പൊട്ടിച്ച് നോക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.